ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അംസപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളെ ബസ് സിമുലേറ്ററിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മളെ ബൂംസ്റ്റർ എടുത്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബൗൺസർ ഒരു ട്രിപ്പിന് വരുന്നത്. അപ്പോൾ നമ്മളെ ബൂംസ്റ്റർ എടുത്തിട്ട് നമ്മുടെ ബൂംസ്റ്ററത്തെ ആദ്യത്തെ ട്രിപ്പാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ ബൂംസ്റ്ററത്തെ ആദ്യത്തെ ട്രിപ്പാണ് ഇന്ന് പോകുന്നത്. അപ്പം ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ നമുക്ക് ആൾക്കാരെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. കുറേ ചുരം മലേൻ്റെ മേലെല്ലാം കയറിയിട്ടെല്ലാം പോകണം. അപ്പം നമുക്ക് വണ്ടി മേലെ ഇടുന്നങ്ങ് ഓണാക്കാം അങ്ങോട്ട് ഹാൻഡ് ബ്രേക്ക് അത് ഓണാക്കാം. വണ്ടി പോവണ്ടി പോയി വണ്ടി ഇങ്ങനെ ശരി. വണ്ടി അങ്ങ് വരുന്ന നോക്ക്. ശരി തന്നെ. അപ്പം മിക്കവാറും ഈ വണ്ടി അങ്ങ് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ വണ്ടി മിക്കവാറും നമ്മൾ കൊടുക്കും, അത് ഉറപ്പായിട്ടാണ്. ചിലപ്പോൾ കൊടുക്കും. എന്നിട്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്ത വണ്ടിയല്ലേ. അപ്പം നമ്മൾ പുതിയ വണ്ടി ഇറക്കിയിട്ട് നമ്മൾ പുതിയത് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പം അതിൽ കുറച്ചെല്ലാം നമുക്ക് വേറെ പിന്നെ വീഡിയോ ഇടാം. അപ്പം നമുക്കിപ്പം നേരെ നമ്മൾ ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോവാം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ആൾക്കാരെ എടുക്കാൻ. അപ്പം നമുക്ക് അങ്ങോട്ട് പാർപ്പിച്ച് അങ്ങ് വിടാം, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്താനായി. നേരെ ലെഫ്റ്റ് നേരെ വിട്ടു, പാർപ്പിച്ചു വിട്ടു. നേരെ പാർപ്പിച്ചു വിടാം. ഇത് വൺ വേ. അപ്പം നമുക്ക് ഏത് സൈഡിലാണ് പോവാം. അങ്ങോട്ടും ട്രാഫിക്കെല്ലാം നോക്കിയിട്ടെങ്കിൽ ഫൈൻ വരില്ല. വേഗം പച്ചയായിട്ട് കുറച്ച് മുമ്പിലോട്ട് എത്തിയിട്ട് നമുക്ക് കാണാൻ കഴിയും. പച്ചത്തി വിട്ടോ ഇവിടുന്ന് റൈറ്റ്. അടുത്ത ഇനി അടുത്ത പച്ചയിട്ട് കാണാം ഗൈസ്. പച്ച ഇന്ന് റൈറ്റ് എടുത്തിട്ട് ഞങ്ങളുടെ വണ്ടിക്കൊന്ന് വരക്കും. ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നുമില്ല. ഞാൻ നല്ല ബുദ്ധിയിലില്ല. ഇവിടുന്ന് ലെഫ്റ്റ്. എവിടെയാണ് അവർ നിൽക്കുന്നത്? എവിടെ നിൽക്കുന്നുണ്ടെന്ന് അവർ വിളിച്ചപ്പം പറഞ്ഞ എന്താ ഒട്ടിച്ചങ്ങോട്ട് നീൻ്റെ ഇടയ്ക്ക് കൂടെ ബെസ്റ്റ് തട്ടി. പിള്ളേരൊന്നും തന്നെ നാണം കിട്ടില്ല. അങ്ങോട്ടങ്ങ് ഒടിച്ചെടുക്ക്. ഫസ്റ്റ് തന്നെ ഐശ്വര്യമായിട്ട് തട്ടിയില്ല. അല്ല പോട്ട്. ഓക്കെ. കയറു പിള്ളേരെ, കയറൂ. കയറിക്കോളൂ. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇവിടുന്ന് റൈറ്റ്. പാർപ്പിച്ചൂടാം. അയ്യോ ചോപ്പ്. ഈ നമ്മളെ നാട്ടിൽ നിന്ന് മാത്രമേ നമ്മൾ ചോപ്പും പച്ചയിലും നോക്കൂ. പച്ച വിട്ടു. നമ്മളെ നാട്ടിൽ നിന്ന് മാത്രമേ നമ്മൾ ചോപ്പും പച്ചയിലും നോക്കൂ. വേറെ എവിടെയും കത്തിയ പിന്നെ അപ്പം നമുക്കിനി നേരെ വിടാം. അപ്പോൾ നമുക്ക് കുറച്ച് ദൂരെത്തിയിട്ട് കാണാം കേസ്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി പോകണം. വണ്ടി കൊണ്ടുപോയി ചാർത്തിയിട്ടുണ്ട്. സൂപ്പർ. എൻ്റെ തെറ്റല്ല, അയാളെ തെറ്റാ. നമ്മൾ കുറച്ചും കൂടി ദൂരെത്തിയിട്ടുണ്ട്. അതിസാഹസികമായ കുറച്ച് യാത്രയ്ക്ക് ശേഷം നമ്മൾ കാടിൻ്റെ ഇടയ്ക്കേക്ക് കയറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ നിഗൂഢതയായ കാടുകളുടെ ഉള്ളിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പം നമ്മൾക്കിനി ഇതിലേ കൂടെ വളഞ്ഞ് തിരിഞ്ഞ് വളഞ്ഞ് പോകണം. അങ്ങനേറ്റം വണ്ടി വന്ന് അപ്പാടെ കിടക്കും. ഇവിടെ നിർത്തണം. നമുക്ക് എങ്ങനെയെങ്കിലും ആൾക്കാരെ
സേഫായിട്ട് അവിടെ എത്തിക്കണം. അത് മാത്രമേ നമ്മൾ ആഗ്രഹമുള്ളൂ. ശരി, തേർഡ് ഇയർ പാർപ്പിക്കുന്നുണ്ട്. പോലീസാണോ മനുഷ്യനാണോ മനുഷ്യൻ തന്നെയല്ലേ പോലീസ്. നമുക്കിത് കയറ്റി അങ്ങ് വിടാം. ഒറ്റക്കടി ഇപ്പം അപ്പുറത്തെ സൈഡ് വണ്ടി എന്നാൽ ഞാൻ അവിടെ കിടക്കും. ഇപ്പോൾ ഇവിടെ വണ്ടി നിന്നായാൽ ഉഷാലാവും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ ഒന്ന് കൂട്ടാനുണ്ട്. അതല്ല നമുക്ക് പിന്നെ പറയാം. അപ്പം നമുക്കിപ്പോൾ നേരെ അങ്ങ് പോവാം. നമുക്ക് കുറച്ച് ദൂരത്തിട്ട് കാണാം. ഓക്കെ, സമയം നമ്മൾ കുറച്ച് ദൂരം എത്തി. ഓനടക്കുമ്പോൾ ഓനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നാണ്ടേ എനിക്ക് തോന്നി. നമ്മളും പ്രൊഫഷണൽ ഡ്രൈവറല്ലേ. ഇവിടെ കിടന്ന് ഹസാട്ട് കളിക്കുന്നുണ്ട്. നമ്മളെ പാടേ നമുക്ക് പോവാം. ഇനി അങ്ങോട്ട് പോട്ടെ. ഇനി കുറച്ചും കൂടെ അങ്ങ് സ്പീഡാക്കാം അല്ലേ. അങ്ങനെ അതിസാഹസികമായി നമ്മൾ കാടിറങ്ങി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം നമുക്കിനി നേരെ അടുത്ത സ്ഥലത്തേക്ക് അങ്ങ് പോകാം. അങ്ങനെ ഗൈസ്, അതിസാഹസികമായി നമ്മൾ കുറച്ചും കൂടി ദൂരം വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിനിയും ഇതിൻ്റെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിർത്താനാണ് ഇവിടുത്തെ നമ്മളെ സ്കൂളിൽ നിന്ന് വന്ന ആൾക്കാർ പറയുന്നത്. സ്കൂളത്തെ ടീച്ചറിൽ അങ്ങനെ പറയുന്ന അവിടെ നിർത്തുക. റൈറ്റ് സൈഡിൽ പിന്നെ നമ്മ പ്രൊഫഷണൽ റൂൾസ് എല്ലാം പാലിച്ചു വന്ന നമ്മയായതുകൊണ്ട് ഇതിലിങ്ങനെ കറങ്ങിപ്പോവാണ്. ഇതിലിങ്ങനെ യൂട്ടേൺ അടിച്ചു. കുറച്ചുകൂടി മുട്ടു, കുറച്ചുകൂടി യൂട്ടേൺ. ക്യാരറ്റ് എൻട്രിയിലെ കൂടെ തന്നെയല്ലേ ഇല എന്താ വട്ടെ നമുക്ക് ഇലയായിട്ട്. വണ്ടി ഇപ്പം തന്നെ ചളി പിടിച്ചല്ലോ. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ പിള്ളേരുടെ ഈടെ അങ്ങ് ഇറക്കി വിടാം ഗൈസ്. അത്രയും ഇറക്കി അങ്ങ് ചവിട്ടി പുറത്താക്കിയാലും അതും നമ്മൾ നന്മയുള്ള ലോകമായതുകൊണ്ട് നമുക്ക് ഇപ്പം എല്ലാവരും ഒന്ന് ഇറക്കിയിട്ട് കാണാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി എടുത്ത് കുറച്ച് അങ്ങോട്ട് പോകാം. ഒരു ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞൊക്കെ ലേറ്റ് ആവുന്ന. അപ്പോൾ അവരിറങ്ങുമ്പോൾ നമ്മളെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഫ്രണ്ടിനെ കൂട്ടണമെന്ന്. അപ്പം അവൻ അതിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നിട്ട് അവർ വിളിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം. ഇവൻ്റെ വീട് കുറച്ചും കൂടെ അടുത്താണ്. ഇതിനിടയ്ക്ക് വന്നതാണ്. പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു വില്ല പോലത്തെ ഒരു ടൈപ്പ് സ്ഥലത്താണ്. ഉള്ളോട്ടുള്ളൊരു വഴിക്ക് ഇവിടെ അത് തന്നെ അങ്ങ് ലാസ്റ്റാണ് എൻ്റെ വീട്. അപ്പം നമുക്ക് അങ്ങോട്ടങ്ങ് പോവാം. വേഗം സ്പീഡ് പോകുന്നു. വണ്ടി എന്താ സ്പീഡ് പോകാതെ
ചവിട്ടിയിട്ട് പോകുന്നില്ല. അങ്ങനെ കറക്കിയാൽ നിർത്തിയാലും ഡ്രിഫ്റ്റ് അടിച്ചിട്ട് പാടാം. നമുക്കിനി കുറേ ഓടാനില്ല, അതുകൊണ്ട് പാടാം. അങ്ങ് റിവേഴ്സ് പോട്ടെ. എന്തിന് പോട്ടെ. കുറച്ച് മതി. ഇനി നമുക്കൊന്ന് ഓനോ വിളിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്കൻ കയറി. അപ്പോൾ നമുക്കിരുന്ന് വണ്ടി എടുക്കാം. അവരവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട്. എവിടെ ഒരു ഹായ് വരടാ. ഹായ് ഹലോ ഗൈസ്, അപ്പം നമ്മളെന്നൊരു വലിയ ട്രിപ്പ് അങ്ങ് പോവാണ്. ഇതെല്ലാം ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ പെരുന്നടിക്കാൻ ഞാൻ പറഞ്ഞു. അപ്പം നമുക്കിനി നേരെ അപ്പം നമ്മൾ സൂപ്പർ മാർക്കറ്റിൻ്റെ എത്തിയിട്ടുണ്ട്. എടാ അവരെ കാണുന്നില്ലല്ലോ, അവരെല്ലാം പറഞ്ഞു ഇവിടെ ഉണ്ടെന്ന്. അതാ എടാ എൻ്റെ പൂന് പള്ളിയെ കൊണ്ടുപോയി. ഇവനൊന്നും ഒരു ബോധവുമില്ല. അണ്ണ കുറച്ച് ഇങ്ങോട്ട് എടുക്കും. കുറച്ച് ഓടിച്ചോ ഇങ്ങോട്ട് ഓടിച്ചോ. ഒരു കാര്യം ചെയ്യ്, അപ്പുറത്തെ തന്നെ അപ്പുറത്തേ കയറിക്കും. അപ്പുറത്തേ കയറിക്കും. ഇനി തിരിച്ചു പോന്ന് കയ്യിലെന്നിട്ട് പോന്ന് നോക്കാൻ വെറുമാണ്ടാൻ. അവർ കയറണ്ട. അപ്പം നമുക്കൊന്ന് തിരിച്ചു കൊടുക്കാം. അയ്യോ അതാ വണ്ടി മറിയോ. മതി റോട്ടിലാ റിവേഴ്സ്. ഫ്രണ്ടോട്ട് എടാ അറിയാ. ഓക്കെ അന്നെല്ലാം അറിയാലോ. പെണ്ണേടെ ഇറക്കി വിട്ടെ. അയ്യോ അങ്ങനെ അറിയടാ, ഞാൻ നിന്നെ കൊണ്ടുപോകാം. ബാ കയറി. അപ്പോൾ എല്ലാവരും കയറ്റിട്ട് ഓക്കെ എല്ലാവരും കയറിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ പോവാം. എടാ പോയിക്കൂടെ പോയിക്കോ. തട്ടോ കൊടി. ഇനി പോട്ടെ. പറപ്പിക്കണ ഇത് ബസ്സാന്ന്. BMW ഒന്നല്ല. BMW ഞാൻ പറപ്പിച്ചാൽ അതിലിക്കണം. ഇപ്പം പറക്കിപ്പോകുന്ന എയർപോർട്ടാണ്. സ്ട്രെയിറ്റ് റോഡല്ലേ, സ്ട്രെയിറ്റ് ആയിട്ട് വിടൂലേ. ഇപ്പം എത്ര 105 പക്ഷേ 120. അപ്പം കുറച്ച് പറപ്പിച്ചെത്തിയിട്ട് കാണാം കേസ്. അതെ കേസ്. അപ്പം നമുക്ക് കുറച്ച് അപ്പുറത്തെത്തിയിട്ട് കാണാം. എടുതാ പിടി ക്യാമറ ഓടി. അല്ല വേണ്ട, അണ്ണൻ തന്നെ ഓടിച്ചോ ക്യാമറ. ഒക്കെ വേണ്ട, എനിക്ക് ക്യാമറ ഓടിച്ചാൽ കൈ വേണം. എന്നാൽ ഞാൻ തന്നെ ഓടിച്ചോളൂ. ഞാൻ ഇവിടെ ഇറുക്കി വെച്ചോളൂ. അപ്പം നമുക്ക് കുറച്ചും കൂടി പോവാണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. അതാണ് നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ് നമുക്ക് കുറച്ചും കൂടി ദൂരം എത്തിയിട്ടുണ്ട്. അതാണ് കുറച്ചും കൂടി ദൂരത്തി. അപ്പം നമുക്കിനി നേരെ അങ്ങ് വിടാം. ഇനി കുറച്ച് അടുത്തിരിക്കുകയാണ്. നമ്മളെ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തായിട്ടുണ്ട്. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കുറച്ചും കൂടി ദൂരം എത്തിയിട്ടുണ്ട്. വണ്ടി ഓടിച്ച് വയ്യ. അങ്ങനെ തന്നെ ഓടിക്കാൻ അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്ന് ഇവർക്ക് ഫുഡ് കൊടുക്കാൻ നിർത്തണം. ഈ ഹോട്ടലിൽ നിർത്താം. അവിടെ ഈ ഹോട്ടലിൽ നിർത്തിയാൽ പോരെ? ഈ ഹോട്ടലിൽ നിർത്തിക്കോ. ചെറിയ വഴിയായിരുന്നു. അണ്ണ പോയിക്കോ. പോട്ടെ. മതി. കുറച്ച് ദിവസം ഇപ്പോഴാണ് വണ്ടി സ്ഥലത്തിട്ട് അവിടെ ഒന്ന് എല്ലാവരോടും ഒന്ന് ഇറങ്ങാൻ പറ. അവിടെ ഒന്ന് എല്ലാവരും ഇറങ്ങി. ഓക്കെ അപ്പം നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ച് കയറിയിട്ടുണ്ട്. അപ്പം നമുക്കിനി അങ്ങോട്ട് വിടാം. ഇപ്പോഴത്തെ സൈഡിലൊരു വഴി ഉണ്ടായി, ഇപ്പോൾ കാണുന്നു. ഇനി ഇങ്ങനെ തന്നെ പോവാം. അതിൽ തന്നെ വഴിയാണ്. അപ്പം നമുക്കിനി ഇതിൽ തന്നെ പോവാം. എടാ ഒന്ന് ഫ്രണ്ട് നോക്കിയടാ. കയറിക്കും എന്നെ വിട്ടോണേ. അയ്യോ ഇപ്പുറത്ത് ഓക്കെ. എടാ കുറച്ച് ഒച്ച നോക്കും. ഓക്കെ സോറി അണ്ണ. നമുക്കിനി നേരെ അങ്ങ് കുറച്ചും കൂടി അങ്ങ് വിട്ടിട്ട് കാണാം ഗൈസ്.
ഓക്കെ അപ്പോൾ നമ്മൾ ആൾക്കാരുടെ ഇറക്കാനുള്ള സ്ഥലത്തെത്തി. ഇങ്ങോട്ടെ കയറിക്കോ. ഓക്കെ അപ്പോൾ നമ്മൾ സ്ഥലം വണ്ടി ഇടിച്ചു ഇനി നമുക്ക് വീട് വരെ പോകണം. ഇടുന്ന് ഇനി അത്ര പോകാണ്ടാവും. അപ്പോൾ നമുക്കൊന്ന് എല്ലാവരും ഇറക്കാം. ഓക്കെ ഗൈസ് അപ്പോൾ നമ്മൾ എല്ലാവരെയും ഇറക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് അപ്പോൾ ഈ നമ്മൾ വീഡിയോ എൻഡായിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് മിനിറ്റ് കാണുന്നത് നിങ്ങൾ നൈറ്റ് ഇരിക്കുക. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടാവും. ഇനി നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കണ്ടില്ല, ഇനി അങ്ങോട്ട് പോകേണ്ട കാണേണ്ട ബോറടിക്കും. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകുന്ന ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അപ്പം ഇങ്ങോട്ട് വരുന്നവരെ വീഡിയോ എടുത്ത് ഇനി അങ്ങോട്ട് പോകുന്ന വീഡിയോ എടുക്കുന്നില്ല. അവിടെ എത്താനാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് അവിടെ എത്താനാകുമ്പോൾ കാണാം, വീടെത്താനാകുമ്പോൾ. ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തെത്തി. അപ്പോൾ ഇനി കുറച്ചും കൂടെ പോയാൽ വീടെത്തും. അപ്പോൾ നമുക്കിനി പറപ്പിച്ച് പോകാമല്ലോടാ. അത് തന്നെ വേഗം പോവാം. എനിക്ക് ഉറക്കം വന്ന് ഞാൻ ഇടക്കിടന്ന് ഉറങ്ങട്ടെ. ഉറങ്ങേൻ്റെ കാല് ഞാൻ പൊളിക്കുന്നു. അങ്ങനെ നീ ഒറ്റക്ക് എങ്ങനെ എന്നെ ആക്കിയിട്ട് നീ പോണ്ട. ഒന്നൊക്കെ ഉണ്ട് വേഗം വീട്ടിലേക്ക് അങ്ങ് വിടും. നമുക്ക് ഉറങ്ങണം. ഓക്കെ അപ്പം 2-3 ദിവസം ഇവൻ നമ്മളെ വീട്ടിലാണ് സ്റ്റേ. എന്തായിരിക്കും അവസ്ഥ? വണ്ടി പോകുന്നതന്നെ ഭാഗ്യം. വണ്ടി എല്ലാം തന്നെ ഇടിച്ച് മറ്റേ ചളിയായി ഇതിരിക്കും. നമുക്കിനി നേരെ വീട്ടിലേക്ക് അങ്ങ് പോകാം. എങ്ങനെയൊന്നും വീട്ടിലെത്തിയാൽ മതി. ഇങ്ങോട്ട് നേരെ പോട്ടെ. നമുക്ക് ദൂരത്ത് അവിടെ എത്താൻ നമ്മൾ കാണാം. ലാസ്റ്റ് ഗൈസ് നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താനായി. ഇതാ വളവ്. വേഗം പോ. എടാ വീടെത്താനായി. ഇവനെ ഉറങ്ങിയ ഉറങ്ങിപ്പോയി. എടാ വീടെത്തി. എന്നോട് ഇറക്കി കൂടെ, ഞാൻ അങ്ങോട്ട് പോട്ടെ. എന്നാ വേഗം പോ. തിരിക്കേ. എനിക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ നിന്നെ പോലെ ഒരു മനുഷ്യൻ തന്നെ, ഞാൻ ഏലിയനൊന്നല്ല. മതി. നമുക്ക് നാളെ രാവിലെ എണീച്ച് ഇവനെയും കൂട്ടിയിട്ടൊന്ന് വണ്ടി കഴുകാൻ പോകണം. വണ്ടി ഫുള്ള് ചെളിയാം. അപ്പം നമുക്ക് ഒന്ന് പോയി ഉറങ്ങാം. അപ്പം നമുക്ക് ഉറങ്ങിയിട്ട് കാണാം. കാണുന്നില്ല. അപ്പം നമുക്ക് അങ്ങ് വീട്ടിലേക്ക് പോവാം. ലൈറ്റ് അടിച്ചാൽ മതി. ഫുള്ള് ചളിയാ. നമുക്ക് നാളെ വാടോ അവിടെ നീ ചെയ്യുമ്പോൾ ചാവി ഇതാട്ടാ വണ്ടീൻ്റെ നീ ലോക്കാക്കിട്ടോ ഫോണിലെടുത്തിട്ടോ. ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് നാളെ രാവിലെ ആകുമ്പോൾ കാണണം ഗൈസ്. ഗുഡ് നൈറ്റ്. ഓക്കെ ഗൈസ് അപ്പോൾ അതിസാഹസ്യമായി ഇന്ന് രാവിലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പോയി മഴ അങ്ങ് പെയ്തു. വണ്ടീൻ്റെ കോലം നോക്ക്. ഇപ്പോൾ നമുക്ക് വൈപ്പറിലൊന്നും നോക്കാം. അപ്പോൾ നമുക്കിനി നേരെ ബസ് വാഷിൻ്റെ അടുത്തേക്ക് പോവാം. എടാ കയറി വേഗം വിടും. ഞാൻ ഇപ്പോൾ ഭയങ്കര എനർജിയാണ്. ഫുഡ് പോലും കഴിച്ചിട്ടില്ല. വണ്ടീനൊന്ന് കുളിപ്പിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ. പുറമെ വണ്ടിയിലൊന്ന് കുളിപ്പിച്ചിട്ട് വന്നിട്ടാണ് എനിക്കൊന്ന് ഫുഡ് കഴിക്കുക. എന്നിട്ട് വേണം എനിക്കൊന്ന് വിളിക്കാൻ. അപ്പം നമുക്കിനി നേരെ ആടെ എത്തിയിട്ട് കാണാം കേസ്. കേസ് അപ്പം നമ്മൾ സ്ഥലത്ത് തന്നെ ഓട്ടോ വാഷിനെങ്കിൽ കയ്യിലെങ്കിൽ പ്രഷർ വാഷർത്തിക്കുക. കേസ് അപ്പോൾ പൈസ കൊടുത്ത് നമുക്കൊന്ന് റെഡിയാക്കാം. ക്ലീനായി വരുന്ന നോക്കൂ. വാട്ട് ഐ ക്ലീൻ. ഓ മൈ ഗാഡ്. അപ്പം നമ്മൾ വണ്ടി ക്ലീനാക്കി കഴിഞ്ഞു. അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് അങ്ങ് പോവാം. ഈ വണ്ടി ചളിയ കൊണ്ടാണ് ഇവിടെ വട കയറി പൊട്ടോ. വണ്ടി തളക്കം നോക്ക്. സുന്ദരൻ. അപ്പം നമുക്കിനി നേരെ വീട്ടിലേക്ക് വിടാം ഗൈസ്. ഓക്കെ ഗൈസ് അപ്പം നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താനായി. വീടെത്തി ലെഫ്റ്റ്.
വണ്ടിക്ക് ഇങ്ങനെ ചളിയൊന്നും പിടിച്ചിട്ടില്ല. ഇപ്പം മിക്കവാറൊരു മഴ പെയ്യാനുള്ള ചാൻസ് ഞാൻ എൻ്റെ കൺമുന്നിൽ ഞാൻ കാണുന്നു. മഴ ഇല്ല, മഴയില്ല. ഒരു കാർമേഘം വന്ന പോലെ നമ്മളെ പടയും. അപ്പം നമുക്കിവിടെ വണ്ടി നിർത്താം. കുറച്ച് ഇങ്ങോട്ട് കുറച്ച് റിവേഴ്സോട്ടെ വണ്ടി ക്ലീനായി. മതി അപ്പോൾ നമുക്ക് വണ്ടിയുടെ കൈ കിട്ടിയിട്ടുണ്ട്. അയ്യോ മഴ, വണ്ടി കയറി മഴ, അതിസാഹസ്യമായ മഴ പെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടി വൈപ്പറിലിട്ട് വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നല്ലായിരിക്കും. ഇന്നത്തെ വീഡിയോ എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.